ശബരിമല ശ്രീകോവിലിന്റെ പുതിയ വാതിൽ അത് ബംഗളൂരുവിൽ പ്രദർശിപ്പിച്ചതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ പ്രദർശനത്തിന് വെച്ച ദൃശ്യങ്ങളാണ് ഇന്ന് ഞങ്ങൾ പുറത്തുവിട്ടത്. ശ്രീരാംപുരയിൽ പ്രത്യേക പൂജകളും നടത്തിയിട്ടുണ്ടായിരുന്നു. സ്വർണം പൂശിയ വാതിൽ എത്തിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സഹായിയായ രമേശ് റാവുവും ചേർന്നാണ്. ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ. ഈ ശബരിമലയിലേക്കുള്ള സ്വർണ്ണവാതിലാണ് ഈ ശബരിമലയിൽ എത്തിക്കുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു സ്വീകരണം നൽകുകയും അതുപോലെ തന്നെ അതിന് പൂജകൾ, പ്രത്യേകം പൂജകളൊക്കെ നടത്തുകയും ചെയ്തത്. ഇങ്ങനെ ചെയ്തതിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി പലരിൽ നിന്നായി പണം വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതൊരു ആത്മീയ കച്ചവടമായി മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഏതായാലും ശ്രീരാംപുര അമ്പലത്തിൽ വെച്ചാണ് ഈ വാതിലിൻ്റെ മരപ്പണികൾ ചെയ്തത്. ഇതിനുശേഷം ഇത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് സ്വർണം പൊതിഞ്ഞ് തുടർന്ന് തിരിച്ച് വീണ്ടും ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. ഇതിനു മുൻപായി നടൻ ജയറാമിൻ്റെയും അതുപോലെ തന്നെ വിവിധ വ്യവസായികളുടെയൊക്കെ വീടുകളിൽ ഈ വാതിലൊക്കെ എത്തിച്ചിരുന്നതായിട്ടും വിവരമുണ്ട്. ജയറാമിൻ്റെ വീട്ടിൽ നടന്ന പൂജയുടെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തതാണ്. ഏതായാലും പലരിൽ നിന്നായി ഈ വാതിലൊക്കെ കാണിച്ച് അയ്യപ്പനുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ശബരിമലയിലേക്കുള്ള സ്വർണ്ണവാതിൽ സ്പോൺസർ ചെയ്തത് ബെല്ലാരിയിലെ റൊദ്ദാം ജ്വല്ലറിയുടെ ഉടമയായിട്ടുള്ള ഗോവർദ്ധനാണ്. 325 ഗ്രാം സ്വർണം അദ്ദേഹം ഈ വാതിലിനായിട്ട് സംഭാവന ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ വാതിലിന് ശേഷമാണ് ഈ വിവാദമായിട്ടുള്ള ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ആ ഒരു സംഭവമൊക്കെ പുറത്തു വരുന്നത്. ഏതായാലും ഇതൊരു ടെസ്റ്റ് ഡോസ് എന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ വാതിലിനെ കാണേണ്ടി വരും. 2018 വാതിൽ നിർമ്മിക്കുന്നത്. 19 മാർച്ചിൽ ഈ വാതിൽ ശബരിമലയിൽ സമർപ്പിക്കുകയും ചെയ്തു. ഈ വാതിലാണ് പിന്നീട് പള്ളിക്കത്തോടുള്ള ക്ഷേത്രത്തിലേക്കും അതിനുശേഷം പിന്നീട് ഘോഷയാത്രയായി ശബരിമലയിലേക്കൊക്കെ എത്തിച്ചത്. ഏതായാലും ഒരു സ്വകാര്യ വ്യക്തിക്ക് എങ്ങനെ ഇതിൻ്റെ കരാർ ലഭിച്ചു, അതിങ്ങനെ ശബരിമലയിലേക്കുള്ള വാതിൽ പലയിടത്തായി ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ പാടുണ്ടോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെയുള്ള പ്രദർശനങ്ങളിലൂടെ നിരവധി ആളുകളിൽ നിന്ന് പണവും സ്വർണവും ഒക്കെ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പലയിടങ്ങളിൽ നിന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.